ഹായ് ജെനി, നല്ല ചൂട് ഗ്രീൻ ടീ വേണോ? ഗെറ്റ് ഔട്ട്. ഞാൻ എന്തിനാ പോകുന്നത്? നിന്നോട് പുറത്തിറങ്ങാനാ പറഞ്ഞേ. സഹോ, എന്നോട് കളിക്കാൻ നിൽക്കല്ലേ, ഐ വിൽ കിൽ യു. നിന്നോട് എന്ത് സംസാരിക്കാനാ? നീ ജയോട് വരാൻ പറ, ഞാൻ അവനോട് സംസാരിച്ചോളാം. ഹായ് വർഷ, ഗുഡ് മോർണിംഗ്. ഹായ്. എന്താ ഇത്? രണ്ടുപേരും കൂടെ ഡ്രാമ കളിക്കാണോ? നീ ഇവിടെ എന്തെടുക്ക? കാലത്ത് എന്നിട്ട് പൊക്കോളന്ന് വിചാരിച്ചപ്പോ വീണ്ടും ഇവിടെ ഇരിക്കാ. നീ പോയി. കൂൾ കൂൾ കൂൾ. പോകാം. പോകുന്നതിന് മുമ്പ് നടന്ന കഥയൊക്കെ അങ്ങ് പറഞ്ഞിട്ട് പോ. സഹോ, നടന്ന കാര്യം കേട്ടിട്ട് നീ തീരുമാനിക്കേ. അന്ന് വണ്ടി പഞ്ചറായപ്പോ ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് പോവാൻ ഡ്രോപ്പ് ചെയ്യട്ടെ എന്ന് ഇവൻ ചോദിച്ചു. അതെ, ശരി, ഫ്രണ്ട് അല്ലേ, എന്നാ പിന്നെ ഡ്രോപ്പ് ചെയ്യട്ടെ എന്ന് കരുതി. അവിടെ ചെന്നപ്പോ പടി വരെ എത്തിയില്ലേ, അകത്തേക്ക് കേറുന്നില്ലേന്ന് ചോദിച്ചു. അതെ. കോഫി വേണോ ടീ വേണോ എന്ന് ചോദിച്ചപ്പോ ബിയർ വേണമെന്ന് പറയാം. ആയിക്കോട്ടെ എന്ന് കരുതി അച്ഛന്റെ ബിയർ എടുത്ത് കൊടുത്തു. 2-3 ബിയർ കുടിച്ചിട്ട് സൈഡ് ഡിഷ് ആയിട്ട് എന്നോട് കിസ് ചോദിച്ചു. കിസ് ഞാൻ ചോദിച്ചില്ല, ഇവളായിട്ട് ചോദിച്ചത്. അവളാണോ ചോദിച്ചത്? അല്ല, ഞാൻ ചോദിച്ചില്ല. അപ്പോഴാ മനസ്സിലായത് 2 ബിയറിൽ കൂടുതൽ കുടിച്ചാ എന്തെങ്കിലും പറയുകയും ചെയ്യുന്ന ആളാന്ന്. ഞാൻ ഒന്ന് മുള്ളിട്ട് വരാം. നീ പറ. വീട്ടിലേക്ക് പോടാ, പാവൻ ജെനി നിന്നെ കാത്തിരിക്കലെന്ന് പറഞ്ഞു. അത് ജെനിയല്ല, എനിക്ക് വന്ന കൺഫ്യൂഷനെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു നീ? കള്ളം, പച്ചക്കള്ള പറയുന്നത്. ഞാൻ എപ്പോഴാണ് അങ്ങനെ പറഞ്ഞത്? എനിക്കത് കേട്ടപ്പോ തന്നെ ദേഷ്യം വന്നു. അത് കേട്ടുപാടെ അവനെ പുറത്താക്കാൻ നോക്കിയപ്പോ 4ാമത്തെ ബിയർ കൊടുത്താലേ പോകുള്ളത്രേ. 4ാമത്തെ ബിയർ കുടിച്ചിട്ട് അവൻ എന്താ ചെയ്തെന്നറിയോ? വീട്ടിൽ വേണം, അത് തറ മോശാവില്ലേ, അതുകൊണ്ട്. You broken my trust, Jay. കഴിച്ചെന്തെങ്കിലും പ്രശ്നമായിരിക്കുള്ളൂ. കള്ളം പറയണ്ടെന്ന് പറഞ്ഞില്ലേ? ഇന്നലെ എനിക്കും ഇങ്ങനെ വോമിറ്റിംഗ് വന്നായിരുന്നു. സത്യം ജെനി, എന്നെ കണ്ടു സഹോ, എന്നെ കൊണ്ട് ഛർദിപ്പിച്ചു. ഞാൻ അങ്ങനെയുള്ള ആളല്ല ജെനി. നിന്റെ വർത്താനല്ലോ ഞാനിപ്പോ കണ്ടോണ്ടിരിക്കുന്നത്. അങ്ങനെ അങ്ങോട്ട് ചോദിക്കേ. ഇത്രയ്ക്ക് പാവം പിടിച്ച എന്നെ ഒറ്റ രാത്രി കൊണ്ട് ലോകം തന്നെ കാണിച്ചു തന്നു. അടിപൊളിയായിരുന്നു. അവള് അഭിനയിക്കാൻ ഭയങ്കര അഭിനയ. നീയാണോ അത് ഇവളാണോ അഭിനയിക്കുന്നത്? അവൻ അഭിനയിക്കുന്നത്. അവളെ അഭിനയിക്കുന്നത് നോക്കി. അവൻ അഭിനയിക്കുന്നത്. കള്ളം പറയാം, അവളെ കണ്ണു നോക്കി. അല്ല ജെനി, അവൻ അഭിനയിക്കുന്നത്. കണ്ണിലേക്ക് നോക്കി. രണ്ടുപേരും ഇവിടുന്ന് ഇറങ്ങി പോയേ. എന്താ സഹോ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചോണ്ട് വന്നേക്കുന്നെ? നീയാണോ അതോ ഇവനാണോ ഫ്രോഡെന്ന് എനിക്കൊന്ന് അറിയണമെന്നുണ്ട് ഇന്ന്. വാ. നിങ്ങൾക്ക് ഇവള് പ്രഗ്നന്റ് ആണോ അല്ലയോ എന്ന് അറിയണം, അതല്ലേ വേണ്ടേ? അതെ ഡോക്ടർ. യൂറിൻ സാമ്പിൾ കൊടുത്തിട്ട് പോയിക്കോ. ഹാഫ് ആൻ അവറിൽ റിസൾട്ട് വരും. ഓക്കെ, വാ വാ വാ. ഡോക്ടർ, റിസൾട്ട് എന്താ വരിക? എന്താ, നിനക്കതേ പറ്റി അറിയില്ലേ? അതറിയാത്തോണ്ട് ഇത്രയും പ്രശ്നം. നമ്മളിങ്ങനെ നേരി കാണും, എങ്ങനെ മനസ്സിലാക്ക? തൽക്കാലം റിസപ്ഷനിൽ പോയി വെയിറ്റ് ചെയ്യ്, ഞാൻ പറയാം. ഹലോ. ഏയ്, എഴുന്നേക്ക്. എഴുന്നേക്കാൻ പറഞ്ഞില്ലേ? ജസ്റ്റ് ഹാഫ് ആൻ അവർ. റിസൾട്ട് നെഗറ്റീവ് എന്ന് വന്നാൽ അടുത്ത സെക്കൻഡ് തന്നെ നിന്റെ ലഗേജ് എല്ലാം പാക്ക് ചെയ്തിട്ട് പോയിക്കോളാം നീ. സഹോ, പോസിറ്റീവ് എന്തെങ്കിലും വന്നാ? അപ്പൊ കല്യാണം കഴിക്കല്ലേ? പോസിറ്റീവ് ഒന്നും വന്നാലല്ല, നീ അതിനെങ്ങനെ ടെൻഷൻ ആവുന്നത്? ആരുടെ കൂടെ ചെയ്തെന്ന് എനിക്ക് അറിഞ്ഞൂടെ? അല്ല, ആരുടെയും കൂടെ ചെയ്ത എനിക്കറിയാലോ. അത് സ്ലിപ്പായി ഇങ്ങനെ വന്നു പോയതാ. ഈ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഉണ്ട്. സഹോ, ദേ ഡോക്ടർ വരുന്നു. മിസ്സസ് ജയ്. യെസ് സഹോ, ഡോക്ടർ എന്നെ വിളിച്ചത്. കൺഗ്രാറ്റുലേഷൻസ്, നിങ്ങൾ പ്രഗ്നന്റ്. ഒന്നുകൂടി നോക്കി നോക്കി പ്ലീസ്. എത്ര തവണ നോക്കിയാലും താൻ ചെയ്തൊന്നും മാറാൻ പോകുന്നില്ല. ഗുഡ് ജോബ്. താങ്ക്സ് ഡോക്ടർ. ഇത് എന്താ ഇത്? ഡോക്ടർക്ക് വല്ല കള്ളം പറയാന്ന? പ്ലീസ് ഒന്ന് വെറുതെ വിടന്നെ.
ജെനി ഓടിക്ക് വന്നോ? ഹലോ, എന്താ എന്താ? ഹലോ, ഞാൻ അഡ്വക്കേറ്റ് പോളാ സംസാരിക്കുന്നത്. റഫീഖിന്റെ കേസ് ഒരു വലിയ വിഷയമേ അല്ല. ഞാൻ ഇന്നലെ ആ രാമനാഥനോട് സംസാരിച്ചതാ. നമസ്കാരം. അതേന്നേ, നേരം വെളുക്കുന്നവരെ ഞാൻ സംസാരിച്ചു. നിങ്ങൾ റഫീഖിനോട് ഇങ്ങോട്ട് വരാൻ പറ, അവന്റെ കേസ് ഞാൻ തീർത്തേക്കാം. വെറുതെ കൊണാന്ന് പറഞ്ഞ് ഫോൺ ചെയ്തിട്ട് വെച്ചിട്ട് പോടോ. ശരി തന്നെയാ. ഇനിയിപ്പോ ഞാൻ നിങ്ങളുടെ കേസിലേക്ക് വരാം. നിങ്ങൾ രണ്ടുപേർക്കും ഡിവോഴ്സ് വേണമെങ്കിൽ പോയിന്റ് സ്ട്രോങ് ആയിരിക്കണം, ഫിൽട്ടർ കോഫി പോലെ. പോയിന്റ്സ് രണ്ടുപേരും അങ്ങോട്ട് പറഞ്ഞാട്ടെ. പറഞ്ഞു. നീ പറ. ഡിവേഴ്സ് വേണമെന്ന് പറഞ്ഞ് വന്നത് നീയല്ലേ? അപ്പൊ നീ തന്നെ പറയും. ഇവന് കല്യാണത്തിന് മുമ്പേ ഒരു അഫയർ ഉണ്ടായിരുന്നു സർ. സാർ, അവൾക്കും ഒരു അഫയർ ഉണ്ടായിരുന്നു. സൂപ്പർ പോയിന്റ്. ഓക്കെ, ആരുവേട്ടാ ഇവനുമായിട്ട് തന്നെ. തനിക്ക് ഇവളോട് തന്നെ. ഞാനൊരു ഊളയാണെന്നാണ് ഈ രണ്ടും വിചാരിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. ശരി, അതൊക്കെ പോട്ടെ, ബാക്കി പറ. സർ, ഓഫീസിൽ പോയി എന്നെ ജോലി ചെയ്യാൻ പോലും സമ്മതിക്കില്ല. 100 തവണ കോൾ ചെയ്ത് ഐ ലവ് യു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. സാർ, ഒരു ദിവസം 1 മണിക്കൂർ ഞാൻ വിളിക്കാതിരുന്നുള്ളൂ. അതിന്റെ പേരും പറഞ്ഞ ഒരാഴ്ചയാണ് കൊല്ലാകൊല ചെയ്തേവള്. അതിന് നിങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് എനിക്കിട്ട് പണി തരാൻ വന്നിരിക്കുകയാണോ? എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് ടേബിൾ വെച്ചാ കഴിക്കില്ല. ഞാൻ വാങ്ങി വെച്ചു കൊടുക്കണത്രേ. എടി വൃത്തിയായിട്ടവളെ, പാരി തരുമ്പോ കയ്യിൽ കടിക്കുന്നത് നിനക്ക് ഭയങ്കര ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞേ? സംടൈംസ് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലെങ്കിൽ എന്റെ പേരിൽ ചോദിക്കും. ഞാൻ ആഗ്രഹിച്ച് വാങ്ങിച്ച ഡൈനിങ് ടേബിൾ അങ്ങ് ഉടച്ചു കളഞ്ഞു. ഉടച്ചു കളഞ്ഞോ? നമ്മുടെ ചേർന്ന് ഉടച്ചെന്ന് പറ. ഡൈനിങ് ടേബിൾ നമ്മൾ സാർ, ഡൈനിങ് ടേബിളിന്റെ മുകളിൽ റൊമാൻസ് നടത്തിയ ഭയങ്കര ഫീൽ ആയിരിക്കും പറഞ്ഞിട്ട് എന്നെയാണ് ഇവിടെ നിർബന്ധിച്ച് കൊണ്ടുപോയേ. രാത്രി ബോക്സർ ഇട്ടിട്ട് കിടക്കണമെന്ന് പറഞ്ഞ അത് കേൾക്കില്ല സർ. എന്താടോ സാർ, അതെനിക്ക് ചെറുപ്പം മുതൽ ശീലമായി പോയി. അതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ. എടോ അനിയ, താൻ പറയുന്ന ഈ കാരണം ഓവർ സ്ട്രോങ് ആയി പോയിടോ. ലൈറ്റ് ആയിട്ട് പറഞ്ഞാ ഞാൻ ശ്രമിച്ചു നോക്കടോ. സാർ, ഇടയ്ക്കിടയ്ക്ക് എന്നെ തലയ്ക്ക് അടിക്കാറുണ്ട് ഇവിടെ. അപ്പൊ നീ എന്താ എന്റെ പുറത്ത് അടിക്കാറില്ലേ? എടി, നീ എന്റെ ചെവിക്കൽ അടിച്ച് പൊട്ടിക്കാറില്ലേ? നീ എന്റെ ലിപ്പ് കടിക്കാറില്ലേ? നീ എന്റെ കവിളിൽ കടിക്കാറില്ലേ? നീ എന്റെ ഇടുപ്പിൽ പിച്ചാറില്ലേ? നീ എന്റെ ബാക്കിൽ പിടിച്ചിട്ടല്ലേ? നീ എവിടെ പിടിച്ചെന്ന് ഞാൻ പറയൂട്ടോ. ഡോ, ഞാൻ പിടിച്ചടോ. സാർ, എടോ, പോയിന്റ് കണ്ടുപിടിച്ചെന്ന്. ഓഹോ, അല്ല, ഇയാൾക്ക് അവന് 1 മണിക്കൂർ പോലും പിരിഞ്ഞിരിക്കാൻ പറ്റില്ലെന്ന് തോന്നല്ലോ. അതെ സർ. അപ്പൊ അതാണ് കഥ. തനിക്കടോ ഹാഫ് ആൻ അവർ പോലും കഷ്ടം സാറേ. രണ്ടെണ്ണം കൂടെ. ഡോ, ഈ ഒരു കേസ് എടുത്തോണ്ട് ഞാൻ കോടതിയിലേക്ക് എങ്ങനെ പോയാണ്ടല്ലോ, ആ ജഡ്ജില്ലേ, അയാൾ എന്നെ തൂക്കിക്കൊല്ലാൻ മതിക്കൂടോ. എന്നാ പിന്നെ സാറേ, ഞങ്ങൾ ഇറങ്ങട്ടെ. വാടി, നമുക്ക് പോവാം. പോയിട്ട് വരാം സർ.